നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ സന്തോഷങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ യാത്രകൾ തന്നെയാണ്. അതും എനിക്കേറെ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള യാത്രകൾ. ഈ യാത്രകൾ തരുന്ന നിമിഷങ്ങൾ, അതിൻ്റെ ഓർമ്മകൾ നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പ്രാവശ്യം ഞങ്ങളുടെ യാത്ര മൂകാംബികയിലേക്കായിരുന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ടാവാം, ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നുമില്ല. പക്ഷേ ഒരുപാട് പ്ലാൻ ചെയ്യാതെ അമ്മയെ കാണാൻ പറ്റി. അതും ഒട്ടും തിക്കും തിരക്കും ഒന്നുമില്ലാതെ. എനിക്ക് തോന്നുന്നു മാർച്ച് എൻഡ് ആയതുകൊണ്ടാകാം, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തിരക്ക് മൂകാംബികയിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയം മൂകാംബികയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും പ്ലാൻ ചെയ്യുന്നവർക്കും ഏറ്റവും നല്ല സമയമാണ്. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മൂകാംബികയിൽ എത്താൻ പറ്റുക. എന്തായാലും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അവിടെ എത്താൻ പറ്റിയത്. മൂകാംബികയിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഓടിയെത്തുന്ന കുടജാദ്രിയാണ്. കുടജാദ്രിയിലേക്കുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ജീപ്പിൽ, പക്ഷേ സർവജ്ഞപീഠം എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വല്ലാത്തൊരു അനുഭവമാണ്. ശരിക്കും നമ്മുടെ ഒപ്പം അമ്മമാരുണ്ടായിരുന്നു. ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അവർക്ക് ബുദ്ധിമുട്ടോ പ്രയാസമോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷേ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും ഉണ്ടാവാതെ കുടജാദ്രിയിൽ സർവജ്ഞപീഠത്തിൽ എത്താൻ പറ്റി. ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ കുടജാദ്രി, മൂകാംബിക, മുരുടേശ്വരം ഒക്കെ പോയി. തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ മനസ്സിന് ചെറിയൊരു പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു നന്നായിട്ട്. അമ്മ ഒന്നും കൂടി ഇങ്ങോട്ടൊക്കെ വരാൻ വിളിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പമാണ് ഈ യാത്രകളെല്ലാം. അത് കുറച്ച് പേരാണ് കേട്ടോ ഈ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ പറയത്തില്ലേ, നമ്മളുടെ ഒപ്പം ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരേ തോട്ട്സുള്ള കുറച്ച് ആൾക്കാർ. അത് ഈ പ്രാവശ്യം എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഈ പ്രിയപ്പെട്ടവരൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പം അവരോടൊപ്പം ആവും അടുത്ത വീഡിയോ. താങ്ക് യു.